ഇതൊരു പൈപ്പിംഗ് വെച്ചിട്ടുള്ളൊരു സൽവാർ സെറ്റാണ്. അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഈവനിങ് ഇച്ചിരി ബോറടിക്കുമ്പോൾ വിചാരിച്ചു ഒരു ഇതൊന്ന് ചെയ്യുന്ന വീഡിയോ ഇടാമെന്ന്. പക്ഷേ പറ്റുമോയെന്നറിയില്ല, നോക്കാം. ഫുള്ളും ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. എന്നുവെച്ചാൽ സമയമാവുന്നുണ്ട്. മോൾ ട്യൂഷൻ കഴിഞ്ഞ് വരാൻ സമയമാവും. അപ്പം അവളുടെ കോൾ വരുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതുവരെ എന്ത് തയ്ക്കാൻ പറ്റുമോ അത് തയ്ക്കുക. അതാണ് ഇന്നത്തെ പ്ലാൻ. ഈ ഡ്രസ് മെറ്റീരിയൽസിൽ എന്തോ അഴുക്ക് പറ്റിയിട്ടുണ്ട്. എന്തോ അഴുക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ. കാണാൻ പറ്റുമോ? അതെ, ഇവിടെ അഴുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇന്നെൻ്റെ മോൾക്ക് സ്കൂളിൽ നിന്ന് എക്സ്കർഷനാണ്. നമ്മൾ 10th ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയില്ലേ ഔട്ടിങ്, അതുപോലെ ഇന്ന് രാവിലെ പോയിട്ട് ഇതുവരെ എത്തിയില്ല അവൾ. അവളെത്തി ഫോൺ ചെയ്താൽ ഉടനെ പോകണം. അപ്പോൾ അതുവരെ എന്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത് അത്രയും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് പതുക്കെയാണ് എൻ്റെ ഡ്രസ് മെറ്റീരിയൽസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വളരെ പതുക്കെയാണ്, കുറച്ചൊന്നുമല്ല, നല്ല പതുക്കെയാണ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല ടൈമാവും. എനിക്കൊന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. എനിക്കൊരു സ്റ്റാഫുണ്ട്. അവർ ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് തരും. അങ്ങനെയാണ്. അതും ദീപാവലി അങ്ങനത്തെ ടൈമിലൊക്കെയാണ് ഞാനും അവരെ വിളിക്കാറുള്ളത്. അല്ലാത്ത ടൈം മോസ്റ്റ്ലി ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് തീർക്കും. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പം ഞാൻ വെച്ച് ഇത് കുറച്ച് ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ട് നോക്കാം. അങ്ങനെ ഒരു ശ്രമമാണിത്. ഓഫീസ് ഗോയിങ് ആയിട്ടുള്ള എല്ലാവരും വീട്ടിൽ എത്തിക്കാണമെന്ന് വിചാരിക്കുന്നു. മിക്കവരും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയമായിരിക്കുമല്ലോ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഞാൻ ചെന്നൈയിലാണ്. ഞങ്ങൾക്ക് ചെന്നൈയിൽ നല്ല മഴയുണ്ട്. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ എടുക്കാനും അറിയില്ല. അടുത്ത പ്രാവശ്യം തൊട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ചെയ്യാം. അതെങ്ങനെയാണ് എടുക്കണേന്നൊന്ന് പഠിച്ചിട്ട് ചെയ്യാം. എൻ്റെ സ്റ്റാൻഡിനും ഒരു ചെറിയ പ്രശ്നം. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്നും ഈ വീഡിയോ ഒന്നും എടുക്കില്ല. ആം ഹോൾ ഇച്ചിരി കുഴിച്ച് വെട്ടുവാണ് കേട്ടോ. ആം ഹോൾ ഇച്ചിരി കുഴിച്ച് വെട്ടുവാണ്. ബാക്കിയെല്ലാം വെട്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. ബാക്കി വേറെ ഒന്നും ചെയ്യണ്ട. ഇതൊരു ഡോക്ടറിൻ്റെ സൽവാറാണ്. കുറച്ച് ദിവസമായി അവരെ വർക്ക് മേടിച്ചിട്ട് ചെയ്യാതിരിക്കുന്നത്. ദീപാവലിക്ക് മുമ്പ് വന്നതാണ്. ദീപാവലിക്ക് മുമ്പ് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ദീപാവലി കഴിഞ്ഞേ തരത്തുള്ളൂ എന്ന്. അവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ദീപാവലിക്ക് ശേഷം സ്റ്റിച്ച് ചെയ്യുവാണ്. പൈപ്പിംഗ് ഒക്കെ വേണമെന്ന് പറയും. അപ്പോൾ എനിക്കിതിൽ കുറച്ച് പണിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം. അത് കാരണമാണ് ഞാൻ എടുക്കാത്തത്. പൈപ്പിംഗ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുത്താണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് മഴയുള്ളതുകൊണ്ട് 1-2 ദിവസം മഴ നനഞ്ഞുകൊണ്ട് ചെറുതായിട്ട് വീസിങ് ഒക്കെ ഉണ്ട്. വീസിങ്ങും ജലദോഷവും ഒക്കെ ഉണ്ട്. നല്ല തലവേദനയും. എൻ്റെ പാൻസ് സ്ട്രെയിറ്റ് കട്ട് പാൻസാണ്. അത് ഫിനിഷ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് ടോപ്പ് മാത്രം ഇനി അടുത്ത്. ഞാനിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം അറ്റാച്ച് ചെയ്യും. അറ്റാച്ച് ചെയ്തിട്ട് തന്നെ പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങത്തുള്ളൂ. അപ്പം ഏകദേശം ഒരു 46 സബ്സ്ക്രൈബേഴ്സായി. 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ
ഇതിലോട്ട് വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും യൂട്യൂബിൽ വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ ഫേസും ഞാനും എൻ്റെ ഷോപ്പും ഇതൊക്കെ പുറത്ത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിൽ വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കാം. ഇന്ന് ഞാൻ എൻ്റെ ഓണറിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് എൻ്റെ ഷോപ്പൊന്ന് പെയിൻറ്റ് ചെയ്ത് തരാമോ എന്ന്. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ എൻ്റെ എക്സ്പെൻസിൽ ചെയ്യേണ്ടി വരും. എൻ്റെ എക്സ്പെൻസിൽ ചെയ്യുവാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. പക്ഷെ എനിക്ക് എക്സ്പെൻസ് ആവുമല്ലോ. എൻ്റെ ചെറിയ കടയാണ് കേട്ടോ. കംഫർട്ടബിൾ, മോസ്റ്റ് കംഫർട്ടബിൾ, ലവബിൾ ഷോപ്പാണ് എൻ്റെ. മോള് കുഞ്ഞായിരുന്നപ്പം ടൈലറിങ് പഠിക്കാൻ തുടങ്ങിയതാണ്. ടൈലറിങ് പഠിക്കണം എന്ന് വിചാരിച്ചതാണ്. മോള് 1 വയസ്സായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ടൈലറിങ് പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്ന ആ സ്റ്റിച്ച് വീഴുന്ന സൗണ്ടില്ലേ ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. വല്ലാത്ത ഇഷ്ടമാണ് ഈ സൗണ്ട് കേൾക്കാൻ. ഒത്തിരി ഇഷ്ടമാണ്. ശരിക്കും ടൈലറിങ് പഠിക്കാനും ഇല്ലെങ്കിൽ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങുന്നത് തന്നെ ഈ സൗണ്ടിനോടുള്ളൊരു ചെറിയ ഇഷ്ടമാണ്. ഇതിൻ്റെ അല്ല, സാധാരണ മെഷീനില്ലേ, ചെറിയ മെഷീൻ, അതിനൊരു പ്രത്യേക സൗണ്ടാണ്. അതിനോടുള്ള വല്ലാത്ത ഇഷ്ടമാണ്. ഈ കുഞ്ഞിലെ എൻ്റെ അമ്മായി സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ സഹോദരി അവരെ ബ്ലൗസ്, അവരെ ഡ്രസ്സസ്സൊക്കെ പണ്ട് ഞാൻ കുഞ്ഞിലെ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു വീട്ടിൽ. അപ്പോൾ ആ മെഷീൻ കാണുമ്പോഴും ആ മെഷീനിൽ അവരൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ എന്നാലും ആ മെഷീൻ കാണുമ്പോഴേക്കും ഒരു ആഗ്രഹമാണ്. പിന്നെ അമ്മായി ചിലപ്പോഴൊക്കെ ഇരുന്ന് തയ്ക്കാറുമുണ്ട്. ഞാൻ കുഞ്ഞിലെ ഭയങ്കരമായിട്ട് കളിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഇത് കാര്യങ്ങളൊക്കെ എപ്പോഴും കളിയിലാണ്. അതുകൊണ്ട് അമ്മായി തയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാനെപ്പോഴും കളിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ വീഡിയോ ഞാൻ ചെറുതാക്കി നിർത്തുവാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ് മെറ്റീരിയൽ ഞാൻ യൂട്യൂബിലിടാം. അപ്പം നിങ്ങൾ നോക്കണം എൻ്റെ ടോപ്പ് എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ഈ സ്റ്റിച്ചിങ് വീഡിയോ ഇപ്പോൾ ഞാൻ നിർത്തുവാണ്. താങ്ക് യു സോ മച്ച്.